ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഫ്രോം ഹർ ലൈഫ്. അപ്പം ഇന്ന് ഞാൻ ഗെറ്റ് റെഡിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗായ്സ്. അപ്പം ഞങ്ങളെ ഒരാളെ ഇൻവൈറ്റ് ചെയ്തേക്കുവാണ് ഒരു പൂജയ്ക്ക് വേണ്ടിയിട്ട്. ഞങ്ങളുടെ ഒരു ഫ്രണ്ടാണ് ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തേക്കുന്നത്. അപ്പം ഞങ്ങൾ അവിടെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ റെഡി ആവുകയാണ്. ആദ്യം കണ്ണൊക്കെ എഴുതി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടു, കുറച്ച് ഐ ഷാഡോ ഒക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഗായ്സ്. എങ്ങനെയുണ്ട് എൻ്റെ ലുക്ക്? കൊള്ളാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗായ്സ്. കമൻറ്റ് ചെയ്യണം കേട്ടോ കൊള്ളാമെങ്കിൽ. അപ്പം ഞാൻ അടുത്ത ഞങ്ങളുടെ ബ്യൂട്ടി ഗേളിനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അവളുടെ തലയൊക്കെ കെട്ടിക്കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഇന്ന് പ്ലാൻ ചെയ്തേക്കുന്നത് അവളുടെ തല 2 സൈഡിൽ പോണിയായിട്ട് കെട്ടിക്കൊടുക്കാം എന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അവൾ ബ്യൂട്ടിഫുള്ളായിട്ട് ഞാൻ ഒരുക്കി. അപ്പോൾ ഇന്നത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ ഞങ്ങളെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ എന്നെ ഇൻവൈറ്റ് ചെയ്തേക്കുകയാണ്. അവരൊരു പൂജ നടത്തുന്നുണ്ട്. അർദ്ധനാരീശ്വരി പൂജയാണ് നടത്തുന്നത്. അപ്പോൾ ആ പൂജയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തേക്കുകയാണ്. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ പൂജയ്ക്ക് ഇടത്തക്ക ഡ്രസ്സുകളൊന്നും ഇല്ല. ഇന്ത്യൻ വെയേഴ്സ് ഞങ്ങൾക്ക് കുറവാണ്. അതുമല്ല തണുപ്പായതുകൊണ്ട് വിൻ്റർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇങ്ങനത്തെ ഡ്രസ്സാണ് ഞങ്ങൾ ഇടുന്നത്. അപ്പം മോനെ റെഡിയാക്കുകയാണ്. മോളെ റെഡിയാക്കി കഴിഞ്ഞ് ഉമ്മ ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ പറയാണ് എൻ്റെ ലിപ്സ്റ്റിക്ക് അവൻ്റെ മുഖത്താകുമെന്ന്. അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ജാക്കറ്റൊക്കെ ഇട്ടു, ഷൂസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞു ബേബിക്ക്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ പതുക്കെ എല്ലാവരും ഒരുങ്ങി റെഡിയായി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഒരു ബൈ ബൈ ഒക്കെ പറയാൻ വേണ്ടിയിട്ട് ഞാൻ മോളോട് പറയാണ്, അവൾക്ക് യാതൊരു വിധ അനക്കവും ഇല്ല. അങ്ങനെ ഞങ്ങൾ ഡോറൊക്കെ അടച്ചു. ഗരാശിൽ നിന്ന് കാറൊക്കെ എടുക്കുകയാണ് ഗൈസ്. അങ്ങനെ എടുത്തു. ഞങ്ങൾ ഓൾറെഡി 15 മിനിറ്റ്സ് ലേറ്റാണ്. അപ്പം ഞങ്ങൾ ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ നമ്മൾ വെറും കൈയോടെ പോകാൻ പാടില്ലല്ലോ. അപ്പം ഞങ്ങളൊരു ഗിഫ്റ്റ് വാങ്ങിച്ചുകൊണ്ട് പോകാനും കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ സ്പീഡിൽ കത്തിച്ച് വിടുകയാണ് ഗൈസ്. ഞങ്ങളൊരു കടയിലേക്ക് കത്തിച്ച് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ സ്പീഡിൽ ഇങ്ങനെ പോവുകയാണ്. അതേ നമ്മളുടെ കട എത്തി. കടയുടെ പേരാണ് ടൂംബ്. അപ്പം ഞങ്ങൾ ടൂംബിൽ വന്നേക്കാണ്. അപ്പം പല അഭിപ്രായങ്ങളുണ്ട്. ചില അഭിപ്രായത്തിൽ ചിലർ പറയുന്നു നമുക്ക് ഒരു പ്ലാന്റ് ഗിഫ്റ്റ് കൊടുക്കാമെന്ന്. പിന്നെ രണ്ടാമത്തെ അഭിപ്രായത്തിൽ ചിലവർ പറയുന്നു നമുക്കാണെങ്കിൽ ഒരു ക്രിസ്മസിൻ്റെ എന്തെങ്കിലും ഒരു ഡെക്കോ ഐറ്റം നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം. അപ്പം ഞാൻ കുറേ ചെടിയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇതൊക്കെ കൊള്ളാവോ. അപ്പം നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ കാണാൻ. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കടയ്ക്കകത്തേക്ക് കയറുകയാണ്. അങ്ങനെ അതിൻ്റെ ഗാർഡൻ സെക്ഷനിലേക്ക് ചെന്നു. അവിടെ ഗൈസ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേന് എല്ലാവരുടെയും മനസ്സ് മാറി ടോട്ടലി. അപ്പം നമ്മൾ ക്രിസ്മസ് ഡെക്കോ ആണ് കൊടുക്കുന്നത്. ഈ കാണുന്നത് സ്റ്റോപ്പ് സാന്താ ഹിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോളാർ ബെയറിനെയാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. അപ്പോൾ അതാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞങ്ങളത് സെലക്ട് ചെയ്തു. അത് എടുത്തുകൊണ്ട് വന്ന് ബില്ല് പേ ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ പോവുകയാണ്. അപ്പം ഞാൻ അവിടെ ചെന്നു, ബില്ലൊക്കെ പേ ചെയ്തു. അപ്പോഴത്തേന് അവരൊരു ഗിഫ്റ്റ് കൊടുത്തു. എൻ്റെ മോൾക്ക് ഒരു ലാമേനെയാണ് കൊടുത്തത്. അപ്പം അത് കണ്ടപ്പോൾ തന്നെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റിലേക്ക് വന്നു. അവളങ്ങ് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു. പിന്നെ ബേബി ലാമ എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കെട്ടിപ്പിടിക്കുന്ന സീനുകളൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. ഞങ്ങൾ ലേറ്റായി ഗൈസ്. ഞങ്ങൾ സ്പീഡിൽ പൊക്കോണ്ടിരിക്കുക. ഇനി ഓൾറെഡി 30 മിനിറ്റ്സ് ലേറ്റായി. പൂജയൊക്കെ കഴിഞ്ഞ് കാണും. ഈ ബെൻസിൻ്റെ ഷോറൂമിൻ്റെ തൊട്ട് ഓപ്പോസിറ്റിലാണ് അവരുടെ വീട്. അപ്പം ഞങ്ങൾ അവിടെ വീട്ടിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കാറ് പാർക്ക് ചെയ്യാൻ പോവാണ് ഗൈസ്. അങ്ങനെ അവരുടെ വീടെത്തി. ഏകദേശം അവരുടെ ഗാർഡൻ്റെ അവിടെ ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തതിന് ശേഷം ഗാർഡനൊക്കെ തുറന്ന് ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് കയറി ചെല്ലാൻ പോവുകയാണ്. അപ്പം ഞങ്ങളിങ്ങനെ ഗാർഡനിൽ കൂടെ നടക്കുകയാണ് കേട്ടോ. ഈ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു പഴയ വീടാണ്. 300 വർഷം പഴക്കമുള്ള വീട്ടിലാണ് അവർ താമസിക്കുന്നത്. പക്ഷെ നമുക്കത് മനസ്സിലാവൊന്നുമില്ല. കാരണം ഇത് എപ്പോഴും റിനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും വീടൊക്കെ. ജർമ്മനിയിൽ അങ്ങനെയാണ്. അപ്പം ഞങ്ങൾ ബെല്ലൊക്കെ അടിക്കുകയാണ്. ബെല്ല് ക്ലിങ് ചെയ്തു. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യാണ് അവർ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അടങ്കുട്ടൻ ഇങ്ങനെ ചിരിച്ചൊക്കെ കാണിക്കുന്നുണ്ട്. അവൻ്റെ കയ്യിൽ ഒരു ലാമ ഇരിപ്പുണ്ട്, അവിടുത്തെ ബേബിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ. അങ്ങനെ ഞങ്ങൾ കണ്ടില്ലേ, 300 വർഷം പഴക്കമുള്ള വീടായതുകൊണ്ട് ഈ കോണിപ്പടികളൊക്കെ കണ്ടോ ഒരു പ്രത്യേക തരത്തിലാണ്. അപ്പം ഞാൻ അങ്ങനെ കയറി പോവുകയാണ്. അവിടെ മേളിൽ അവരൊക്കെ വെയിറ്റ് ചെയ്യാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ അവിടെ ചെന്നു ഗൈസ്. ഞങ്ങൾ അകത്ത് കയറട്ടെ. പൂജയൊക്കെ കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞങ്ങൾ അവിടെ അകത്തേക്ക് കയറുകയാണ്. നിങ്ങളെ ഞാൻ കാണിക്കാം പൂജയുടെ അറേഞ്ച്മെൻ്റൊക്കെ. ഞങ്ങൾ ചെന്നപ്പോഴത്തേനും പൂജയൊക്കെ കഴിഞ്ഞു. കണ്ടോ എല്ലാം അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു ഗൈസ്. സോറി, ഞാൻ ലേറ്റായി പോയി, എത്താൻ വൈകിപ്പോയി. കണ്ടോ ശിവനെയും പാർവതീനെയൊക്കെ നന്നായിട്ട് ഒരുക്കി പൂജയ്ക്ക് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. എല്ലാം പൂജയൊക്കെ കഴിഞ്ഞു. എന്തൊക്കെയാണ് അവർ അറേഞ്ച് ചെയ്തിരുത്തേക്കുന്നത് ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ വീഡിയോ ഒക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണുക. കണ്ടില്ലേ
എല്ലാം അവർ പൂജ റൂമൊക്കെയാണ്. അവിടുത്തെ ബേബീസൊക്കെയാണ്. അവിടേക്ക് ഇങ്ങനെ എല്ലാവരും കൂടി ഇനി കുറുമ്പികളെല്ലാം കൂടെ ഓടി നടക്കുകയാണ് കേട്ടോ. എൻ്റെ മോളാണത്. അപ്പം ഞാൻ ഇവരെയൊക്കെ പരിചയപ്പെടുത്താം കേട്ടോ. ഇതാണ് മല്ലികാർജുൻ എന്നാണ് ഈ പുള്ളിക്കാരൻ്റെ പേര്. ഇത് ഞങ്ങളുടെ ഫ്രണ്ടാണ് കേട്ടോ. പുള്ളിക്കാരൻ്റെ വൈഫിൻ്റെ പേര് രാജ്കുമാരി എന്നാണ്. മല്ലികാർജുൻ ഇവിടെ നോർവാർട്ടീസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ഒരു കടയിൽ വെച്ച് കണ്ടിട്ട് ഞങ്ങൾ പരിചയപ്പെട്ട് ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയതാണ് കേട്ടോ. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം ലാംഗ്വേജ് സംസാരിക്കില്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിലും ജർമ്മനിലും ഒക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഞങ്ങൾ ഭയങ്കര ക്ലോസ് ആണ്. ഇത് അവരുടെ ഔട്ട്ഫിറ്റാണ്. നല്ല രസമുണ്ട് അവളുടെ സാരിയൊക്കെ കാണാൻ. അങ്ങനെ കുട്ടികൾ കളിക്കുന്ന കുറേ വീഡിയോസാണ് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പൂജയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യും ഗൈസ്? അങ്ങനെ കുട്ടികളെല്ലാവരും കൂടെ കാണുമ്പോൾ അവർക്ക് ലാംഗ്വേജ് ഒന്നും ഒരു പ്രോബ്ലം അല്ല, കാരണം അവർ ജർമ്മനിലാണ് സംസാരിക്കുന്നത്. അങ്ങനെ എല്ലാവരും കൂടി കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന വീഡിയോസാണ് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അവർക്ക് 3 ബേബീസാണുള്ളത്. ഒരു ബേബി ഉണർന്ന് എണ്ണിറ്റ് വന്നിട്ടുണ്ട്. അവൻ്റെ പേരാണ് സത്യദേവ്. അവന് 3 months ആണുള്ളത്. പിന്നെ ഇതാണ് ഞങ്ങളുടെ ബ്യൂട്ടി ഗേൾ കണ്ടോ. അവളുടെ ബേബീസിനെ കൊണ്ട് വാക്കിന് പോവാണ്, ഈവനിങ് വാക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ. അടുത്ത കാർ എടുത്തു. അടുത്ത ഓരോരോ ടോയ്സ് ആയിട്ട് അവളിങ്ങനെ മാറി മാറി എടുത്തുകൊണ്ടിരിക്കുകയാണ്, കാരണം അവരുടെ വീട്ടിൽ പുതിയ ടോയ്സ് ആണല്ലോ കാണുന്നത്. അങ്ങനെ അടുത്ത എടുത്തു. പപ്പ ഓടിച്ചു കൊടുക്കുകയാണ് കാറ്. പപ്പ ഓടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും അവളുടെ അച്ചാച്ചൻ വന്നു. അച്ചാച്ചൻ വന്നിട്ട് പറഞ്ഞു ഞാൻ ഓടിക്കാമെന്നും പറഞ്ഞ് ബേബീനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ കുറച്ച് ഫാമിലി പിക്ക് ഞാൻ വെക്കുന്നുണ്ട്. അവരുടെ മക്കളാണ് അത്. ഒരു മോളുടെ പേര് കാത്തി, ഒരു മോള് കുഞ്ഞു മോളാണ്, അവളുടെ പേര് മഹി, ആൻഡ് പിന്നെ സത്യദേവ്. ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനിരിക്കുകയാണ്. എല്ലാം പ്രസാദമൊക്കെ കഴിച്ചു. അതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിച്ചു. കുറേ നേരം സംസാരിച്ചിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ തിരിച്ചു പോകുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഞങ്ങൾക്ക് നേരത്തെ തിരിച്ചു പോകണം. ഒരു 9 o'clock ആകുമ്പോൾ ഞങ്ങൾ എവിടെ നിന്നാണെങ്കിലും തിരിച്ച് വീട്ടിലേക്ക് വരും, കാരണം നമുക്ക് കുഞ്ഞുങ്ങളെ അടുത്ത ദിവസം കിൻഡർഗാർട്ടനിൽ വിടാനാണ്. അപ്പം ഞങ്ങളിതാ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പം ഗൈസ്, നിങ്ങൾക്ക് ഞങ്ങളുടെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതിന് ഇനിയും നല്ല നല്ല വ്ളോഗ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, മറക്കരുത്. അപ്പം ഞങ്ങളിതാ ഗരാഷിലേക്ക് കാറ് പാർക്ക് ചെയ്യാൻ പോവാണ്. നിങ്ങൾ ആരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പം താങ്ക് യു, ബൈ.